إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ നൂർ അവസാനിച്ചു. അതിന്റെ അടുത്ത അധ്യായം അൽ ഫുർഖാൻ, അതിന്റെ ഒന്നാമത്തെ വചനം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ആരംഭിക്കുന്നത് തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. തബാറക അങ്ങേയറ്റം നന്മ ഏറിയവനാണ്, നന്മ വർദ്ധിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് ആരംഭിക്കുന്നത്. അല്ലദീ എങ്ങനെയുള്ളവനാണ് അല്ലാഹു നസ്സലൽ ഫുർഖാന സത്യാസത്യ വിവേചന. ആ സത്യാസത്യ വിവേചനം എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചന ഗ്രന്ഥം അവതരിപ്പിച്ചവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ അബ്ദിഹി അവന്റെ അടിമയുടെ മേൽ. അടിമയെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നോക്കൂ, ആ സത്യാസത്യ സത്യവും അസത്യവും വേർതിരിക്കുന്ന ഗ്രന്ഥം അവതരിപ്പിച്ചവൻ അങ്ങേയറ്റം നന്മയേറിയവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങുന്നത്. നോക്കൂ നിങ്ങൾ. ലിയകൂന എന്തിനാണത്? ലിയകൂന ആകുന്നതിന് വേണ്ടി, ലിൽ ആലമീന ലോകർക്ക് മുഴുവനും, നദീറൻ ഒരു താക്കീതുകാരനാകുന്നതിന് വേണ്ടി. മനുഷ്യകുലത്തിനു മാത്രമല്ല ജിന്നുവർഗത്തിനും അതുപോലെ ഭൂതവർഗത്തിനും. നോക്കൂ നിങ്ങൾ, അവർക്കൊക്കെയും ഒരേപോലെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നോക്കൂ നിങ്ങൾ, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലേക്കല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്കല്ല, എല്ലാ സകലമാന പ്രദേശങ്ങളിലേക്കും രാഷ്ട്രങ്ങളിലേക്കും എല്ലാ കാലത്തേക്കുമുള്ള റസൂലാണ്. ആ റസൂൽ എല്ലാ കാലത്തേക്കും സകലർക്കുമുള്ള ഒരു നദീറാണ്. ഖുർആനിൽ വേറൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും, ബഷീർ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. രണ്ട് രൂപത്തിലാണ് റസൂലിന്റെ വിശേഷണം. സ്വർഗം കൊണ്ടും വിജയം കൊണ്ടും സന്തോഷ വാർത്ത അറിയിക്കുന്നവനും, പരാജയം കൊണ്ടും അതുപോലെ ആ നരക പ്രവേശനം കൊണ്ടും. നോക്കൂ നിങ്ങൾ, കൃത്യമായ ഇന്നാറ്, അതായത് തക്കീത് നൽകുന്നവനാണ് അല്ലാഹുവിന്റെ റസൂൽ എന്നാണ് ഈ ആദ്യത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ ഒരു നദീറായി, ഒരു തക്കീതുകാരനായിട്ടാണ് ഞാൻ അയച്ചതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെയുള്ള അല്ലാഹു അങ്ങേയറ്റം നന്മ അധികരിച്ചവനാകുന്നു എന്നാണ് പറയുന്നത്. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.